everyone, welcome to my channel Asnis World of Study. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BA ആൻഡ് അതർ പ്രോഗ്രാംസിൻ്റെ MDCയിലെ ലാസ്റ്റ് മൊഡ്യൂളിലുള്ള ഒരു ചാപ്റ്ററാണ് വൈ യു വർക്ക് ആൻഡ് ലീവ് ഇൻ കേരള മൈഗ്രൻ്റ് ലേബേഴ്സ് സ്പീക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ ആണ്, യൂട്യൂബ് വീഡിയോ ആണ്. അപ്പോൾ ദെയർ കേരള സ്റ്റോറി എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈഗ്രൻസ്, അതായത് നമുക്കറിയാം അതിഥി തൊഴിലാളികളെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതിഥി തൊഴിലാളികൾ ഏതൊക്കെ സംസ്ഥാനത്ത് നിന്ന് വരുന്നു എന്ന് ആദ്യം ഇവർ പറയുന്നുണ്ട്. എന്നിട്ട് 2-3 അതിഥി തൊഴിലാളികളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. അപ്പോൾ ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ഉത്തർപ്രദേശ്, ഒറീസ, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നോർത്ത് ഇന്ത്യ, അതുപോലെ ഇന്ത്യയുടെ നോർത്ത്, ഈസ്റ്റ്, അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ നമ്മുടെ അവിടേക്ക് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇവർ വരുന്നു എന്ന് അവരോട് തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം കൂലി എന്ന് പറയുന്നത് 857 സംതിങ് കൊണ്ടാണ്. 1000 രൂപ ചിലവർക്ക് 1000-ന് മുകളിലും കിട്ടുന്നവരുണ്ട്. സോ അവർ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇത്രയും കൂലി ഞങ്ങൾക്ക് കിട്ടുന്നില്ല, സോ ഇവിടെ കിട്ടുന്ന സാലറി ഞങ്ങൾക്ക് വളരെയധികം കൂടുതലാണ്. പിന്നെ അതുമാത്രമല്ല ഇവിടുത്തെ ആളുകൾ ഭയങ്കര ഫ്രണ്ട്ലി ആണെന്ന് പറയുന്നു. പിന്നെ ഇവർക്ക് താമസ സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മതത്തിൻ്റെ പേരിലൊരു പ്രശ്നമില്ല. അപ്പോൾ അതിലൊരാൾ പറയുന്നുണ്ട് ഞാനൊരു ഞാനൊരു ഹിന്ദു ആണ്, പക്ഷെ ഞാനൊരു മുസ്ലിം വീട്ടിലാണ് താമസിക്കുന്നത്, സോ ഇവിടെ നോ ഇഷ്യൂസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ റിലീജിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളില്ല. പിന്നെ അവർക്ക് മാർക്കറ്റ്, അവർക്ക് വേണ്ടി തന്നെ പെരുമ്പാവൂർ ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതുപോലെ കൾച്ചർ, ഇവിടെ ഒരു കൾച്ചർ മാത്രമല്ല, ഇവിടെ എല്ലാ കൾച്ചറിനെയും നമ്മുടെ ആളുകൾ സ്വീകരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതന്നെ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല എന്ന് പറയുന്നു. പിന്നെ ഗവൺമെൻറ് ഇവർക്ക് ഇൻഷുറൻസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ താമസ സ്ഥലവും ഒക്കെ ഇവർക്ക് ഓക്കെ എന്ന് ഇവർ പറയുന്നത്. പിന്നെ 2-3 പേര് അവരുടെ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരാൾ പറയുന്നുണ്ട് എൻ്റെ നാട് ബീഹാറാണ്, അവിടെ എനിക്ക് കോൺക്രീറ്റ് വീടുണ്ട്, വെൽ സെറ്റിൽഡ് ആണ്. ഇപ്പം നമ്മുടെ മലയാളികൾ ഗൾഫിൽ പോണ പോലെ അല്ലെങ്കിൽ അബ്രോഡ് പോണ പോലെയാണ് അവർ ഇങ്ങോട്ട് വരുന്ന കേരളത്തിലോട്ട് വരുന്നത്. പിന്നെ ഇവിടെ പൊളിറ്റിക്സ് ആയാലും അത്ര വലിയ പ്രശ്നമില്ല എന്നൊക്കെ അവരിങ്ങോട്ട് പറയുന്നുണ്ട്. ഫ്രണ്ട്ലി നേച്ചറാണ് ആളുകൾ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നെ ഒരാൾ പറയുന്നുണ്ട് എൻ്റെ മക്കൾക്ക് പഠിപ്പിനൊക്കെ ആവശ്യമായ പൈസയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പറയുന്നു. പിന്നെ അവർക്കെല്ലാം കൊണ്ടും ഇവിടെ ഓക്കെയാന്ന് പറയുന്നു. ആൻഡ് അതർ സൈഡ് ഇവരുടെ ഇഷ്യൂസും കൂടി കാണിക്കുന്നുണ്ട്. അതായത് ചിലവർ എന്ത് ചെയ്യുന്നു, അടിമപ്പണി ചെയ്യിക്കുന്നു, ചിലവർ കൃത്യമായിട്ട് കൂലി കൊടുക്കാത്തവരുണ്ട്, ചിലവർ ഇവരെ ഹരാസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ ചില സ്ഥലത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പോൾ ഈ കോൺട്രാക്റ്റ് പണിയൊക്കെ എടുക്കുന്ന ആളുകൾ അവരെ എടുത്ത് കഷ്ടപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഈ കോൺക്രീറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈറ്റുള്ള കെട്ടിടത്തിൻ്റെ മുകളിലൊക്കെ നിന്നിട്ട് അവിടെ നിന്ന് വീണ് പരിക്ക് പറ്റുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇവർ മരിക്കുന്നവരുണ്ട്. അപ്പം മരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഫാമിലിക്ക് നഷ്ടപരിഹാരം അങ്ങനെ ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ മരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ആ കാര്യത്തിൽ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഇടയിൽ തന്നെ ഒരു കൈ പോയ ഒരാൾ, ഇങ്ങനെ ജോലി ചെയ്യുന്നതിനിടയിൽ അപകടത്തിൽ വിട്ട് കൈ പോയ ഒരാളെ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ നാട്ടിലേക്ക് പോകുന്നില്ല, അയാളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല. ഐ തിങ്ക് ഹി ഈസ് ഫ്രം ബീഹാർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അയാൾ നാട്ടിലേക്ക് പോകുന്നില്ല. അപ്പോൾ അയാൾ പറയുന്നത് എനിക്ക് ജോലിയില്ല, നാട്ടിൽ പോയിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇവിടെ അയാളുടെ കൂടെ ഉള്ള പണിക്കാർ ഷെയർ ചെയ്യും, ഫുഡൊക്കെ ഷെയർ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് അയാൾ അവിടെ ജീവിച്ചു പോകുന്നത്. പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ പീപ്പിൾ ചിലപ്പോൾ അവരെ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്യുന്നില്ല പറയുന്നു. പിന്നെ അടുത്ത ഇഷ്യൂ പറയുന്നത് ക്രൈം റേറ്റ് ആണ്. ഇവരുടെ ഇടയിൽ തന്നെ ക്രൈം റേറ്റ് കൂടിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ചിലപ്പോൾ ഇവരുടെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കുന്നുണ്ടെന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾ. ചിലപ്പോൾ നമ്മുടെ കേരളത്തിലെ ആളുകൾ ചെയ്ത കുറ്റത്തിന് അവരെ ശിക്ഷിക്കുന്നുണ്ട്. പിന്നെ അവരെ ചോദ്യം ചെയ്യാൻ ആരും ഇല്ലല്ലോ, മൈഗ്രൻസ് അല്ലേ, അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരും തന്നെ ഇല്ല. പിന്നെ ഇവർ ചെയ്ത കുറ്റകൃത്യങ്ങൾ വേറെയും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ വീഡിയോസിൽ പറയുന്നത്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.